സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. അയോധ്യാകാന്ഡം ആരംഭം മുതൽ രാമാഭിഷേക വിഘ്നം വരെയുള്ള ഭാഗത്തിൻ്റെ അർത്ഥം. മഹാലക്ഷ്മിയുടെ സ്നേഹത്തിൻ്റെ പാത്രമായ തത്തേ, മടികൂടാതെ ഇനിയുമുള്ള ശ്രീരാമചരിതം ഭംഗിയായി ചൊല്ലിയാലും ശരി, കേട്ടാലും രാമകഥ ഞാൻ ചുരുക്കി പറയാം. പാപമെല്ലാം അകന്ന് ദുഃഖം കടന്നു വരാതിരിക്കും രാമകഥ കേട്ടാൽ. ജാനകിയും രാമനും ഭാർഗവന്റെ അഹങ്കാരം ശമിപ്പിച്ച് അച്ഛൻ, അമ്മമാർ, വസിഷ്ഠൻ, സഹോദരന്മാർ, സേനാവ്യൂഹം, സീത, തന്നെ എതിരാക്കാൻ വന്ന പൗരന്മാർ എന്നിവരോടൊപ്പം രാജധാനിയിലെത്തി രാമന്റെ ഗുണഗണങ്ങൾ കണ്ടിട്ട് ലോകത്തിന് തന്നെ സൗഖ്യം ലഭിച്ചു. ജഗദീശ്വരനും പന്നകഭൂഷണനും ചിൽസ്വരൂപനും അദ്വയനും കാലാരിയും ഭദ്രം നൽകുന്നവനും ലോകദുഃഖങ്ങളെ അകറ്റുന്നവനുമായ ശ്രീ പരമേശ്വരൻ രുദ്രാണിക്ക് രാമകഥ പറഞ്ഞു കൊടുത്തപ്പോൾ പവിഴാതരിയായ ദേവി ആനന്ദവിവശയായി ശിവപാദങ്ങളെ വന്ദിച്ചു പൂർണ്ണഭക്തിയോടെ ഇപ്രകാരം പറഞ്ഞു. താമരയിതൾ പോലെ മനോഹരമായ കണ്ണുകളോടുകൂടിയവനും സ്ത്രീജനങ്ങളുടെ മനസ്സിനെ വ്യാമോഹിപ്പിക്കുന്നവനും നാരദ സേവിതനും ബ്രഹ്മാവിന് പ്രിയങ്കരനും നരകശത്രുവും കാമദേവന് ഗുരുവും ശബ്ദബ്രഹ്മസ്വരൂപനും 1000 തേരോടുകൂടിയവനും അരവിന്ദവദനനും ആഗ്രഹങ്ങളെ പ്രദാനം ചെയ്യുന്നവനും സൂര്യവംശജനും കാരുണ്യവാരിധിയും ഭക്തർക്ക് മുക്തി നൽകുന്നവനും ആസക്തിയില്ലാത്തവനും മോക്ഷം ലഭിച്ചവരുടെ മനസ്സിൽ മാത്രം നിലനിൽക്കുന്നവനും ശരണാഗത വത്സലനും രാക്ഷസരാജാവായ ദശമുഖന് മുക്തി കൊടുത്തവനുമായ രാമൻ്റെ കഥ ജീവിതാവസാനം വരെ രാപ്പകൽ കേട്ടാലും തൃപ്തി വരില്ല. അതുവരെ എനിക്ക് മുക്തിയും വേണം എന്നില്ല. ഭഗവതി പരമേശ്വരനോട് ഇത്രയും പറഞ്ഞപ്പോൾ മന്മഥ വിനാശകനായ ഭഗവാൻ മന്ദസ്മിതത്തോടെ ദേവി രാമചരിതം കേട്ടാലും എന്ന് പറഞ്ഞു തുടങ്ങി. നാരദ രാഘവ സംവാദം. പങ്കജലോചനനും ഭക്തപരായണനും മംഗലദേവതയുടെ കാമുകനും ശിവനാൽ സ്തുതിക്കപ്പെടുന്നവനും നീലോൽപ്പല ദള ശ്യാമള വിഗ്രഹനുമായ രാഘവൻ അന്തപുരത്തിൽ അങ്കജലീല പൂണ്ട് മംഗലഗാത്രിയായ ജാനകിയോടും സർവാഭരണ വിഭൂഷിതനായി രത്നസിംഹാസനത്തിൽ അമ്പിളിക്കല പോലുള്ള നെറ്റിയിൽ ചന്ദനച്ചാറ് തേച്ച് രത്നദണ്ഡത്തോടുകൂടിയ വെഞ്ചാമരം കൊണ്ട് ലക്ഷ്മീദേവി വീശിക്കൊണ്ടിരിക്കെ താമ്പൂല ചർവണവും ചെയ്ത് മാരലീലകൾ ആസ്വദിച്ച് അങ്ങനെ കഴിയുമ്പോൾ ഒരു ദിവസം ശരത്കാല ചന്ദ്രന്റെ തേജസ്സോടുകൂടി സ്ഫടികം പോലെ നിർമ്മലമായ ശരീരത്തോടെ ആകാശത്തു നിന്ന് നാരദൻ ഇറങ്ങി വന്നു. നാരദനെ കണ്ട ശ്രീരാമൻ ഉടൻ എഴുന്നേറ്റ് ജാനകിയോടൊപ്പം സാഷ്ടാംഗം നമസ്കരിച്ചു. കാലു കഴുകി പൂജ ചെയ്ത് സ്വീകരിക്കപ്പെട്ട നാരദന്റെ നിയോഗത്താൽ രാമനും ആസനസ്ഥനായി. എന്നിട്ട് തൂമന്ദഹാസത്തോടെ നാരദനെ വണങ്ങി മുനിയോട് ഉണർത്തിച്ചു. ലൗകിക വിഷയങ്ങളിൽ ആസക്തരായി കഴിയുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് ജ്ഞാനിയായ അങ്ങയുടെ പാദദർശനം തന്നെ പണ്ട് ഞാൻ ചെയ്ത പുണ്യം കൊണ്ടായിരിക്കണം. എൻ്റെ രാജ്യവും ജന്മവും വംശവും ഇന്ന് വിശുദ്ധമായി തീർന്നിരിക്കുന്നു. അങ്ങയുടെ വരവിൻ്റെ ഉദ്ദേശം എന്തെന്ന് കൽപ്പിച്ചാലും അങ്ങയുടെ കാരുണ്യം കൊണ്ട് മന്ദനാണെങ്കിലും ഞാൻ കാര്യം സാധിച്ചു തരാം. ഇത് കേട്ട് നാരദമുനി രാമനോട് പറഞ്ഞു, സാധാരണക്കാർ പറയുന്നത് പോലെ സരസമായ വാക്കുകൾ കൊണ്ട് എന്തിനാണ് എന്നെ മോഹിപ്പിക്കുന്നത്? ലോകേശനായ അങ്ങ് സംസാരിയാണ് എന്ന് പറഞ്ഞ് സത്യമാണ്. ജഗൽപിതാവായ നിന്റെ പത്നിയായ മായാദേവി ഉള്ളപ്പോൾ 14 ലോകവും നിന്റെ ഗ്രഹമാണ്. അപ്പോൾ ഗൃഹസ്ഥൻ എന്ന പേര് യോജിച്ചത് തന്നെ. അങ്ങയുടെ സാന്നിധ്യത്തിൽ മായയിൽ നിന്ന് ജീവജാലങ്ങൾ ഉണ്ടാവുന്നു. ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ എല്ലാം നിന്റെ സന്തതി പരമ്പര. ഇവയിൽ പ്രധാനിയും ഇവരുടെ പിതാവും നീ തന്നെ. വെളുപ്പ്, ചുവപ്പ്, കറുപ്പ് എന്നീ വർണ്ണങ്ങളോടെ സത്വം, രജസ്, തമസ് എന്ന ത്രിഗുണാത്മികയായ ശക്തി അങ്ങയുടെ പത്നിയല്ലേ? സകലത്തിൻ്റെയും ഉറവിടം അവളാണ്. പുത്രമിത്ര കളത്രാദികളിൽ തൽപരനാണ് ഗൃഹസ്ഥൻ. ലോകമാകുന്ന ഈ മഹാഗ്രഹത്തിന് അങ്ങ് നാഥൻ. അങ്ങ് നാരായണനാവുമ്പോൾ ജാനകി രമാദേവിയാവുന്നു. അങ്ങ് മാരാരിയാകുമ്പോൾ ജാനകി ഉമാദേവിയാണ്. അങ്ങ് ബ്രഹ്മാവാകുമ്പോൾ ദേവി സരസ്വതിയാകുന്നു. ഭവാൻ ആദിത്യനാകുമ്പോൾ സീത പ്രഭയാണ്. അങ്ങ് ചന്ദ്രനാകുമ്പോൾ സീത രോഹിണിയാകുന്നു. അങ്ങ് ഇന്ദ്രനാകുമ്പോൾ ജാനകി ശശിയാകുന്നു. അങ്ങ് അഗ്നിയാകുമ്പോൾ സീത സ്വാഹ. അങ്ങ് യമനാകുമ്പോൾ സീത ദണ്ഡനീതിയാണ്. അങ്ങ് രാക്ഷസനാകുമ്പോൾ ജാനകി താമസിയാകുന്നു. കാറ്റാകുമ്പോൾ സദാഗതിയും രാജരാജനാകുമ്പോൾ സമ്പൽക്കരിയും വസുന്ധരയും രുദ്രനാകുമ്പോൾ രുദ്രാണിയും കൽപ്പവൃക്ഷമാകുമ്പോൾ ലതയുമാകുന്നത് ദേവി തന്നെയാണ്.
വിസ്തരിച്ച് എന്തിനധികം പറയുന്നു? ഈ ലോകത്തിൽ പുല്ലിംഗമായി വ്യവഹരിക്കപ്പെടുന്നവയെല്ലാം അങ്ങും സ്ത്രീലിംഗമായി വ്യവഹരിക്കപ്പെടുന്നതെല്ലാം ജാനകിയും ആണല്ലോ. നിങ്ങൾ ഇരുവരുമല്ലാതെ മറ്റൊന്നും കാണാനും കേൾപ്പാനുമില്ല. അങ്ങനെയുള്ള നിന്നെ തിരഞ്ഞു കണ്ടുപിടിച്ച് എങ്ങനെയാണ് സേവിക്കേണ്ടത്? മായയിൽ മറിഞ്ഞിരിക്കുന്ന നിനക്ക് ഒരിക്കലും മാറ്റമില്ല. നിന്നിൽ നിന്നാണ് മഹത്തത്വവും സൂത്രവും ഉണ്ടായത്. സൂത്രത്തിൽ നിന്ന് ലിംഗമുണ്ടായി. അഹങ്കാരം, ബുദ്ധി, പഞ്ചപ്രാണങ്ങൾ, ഇന്ദ്രിയ സമൂഹം എന്നിവയുടെ കൂട്ടായ്മയായ ഒന്ന് ലിംഗത്തിൽ നിന്നുണ്ടായി. ജനനം, മരണം, സുഖദുഃഖാദികൾ എന്നിവ ഉള്ളതുകൊണ്ട് അതിനെ ജീവൻ എന്ന് വിളിക്കുന്നു. വിവരിക്കാൻ കഴിയാത്ത അനാദിയായ അവിദ്യയെ കാരണോപാധി എന്ന് പറയുന്നു. സ്ഥൂലമായ ചിത്തത്തിൻ്റെ മൂന്ന് ഉപാധികളാണ് സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നത്. ഇവയോട് ചേർന്ന് ജീവനായി വർത്തിക്കുന്നവൻ അങ്ങിൽ നിന്ന് വേർപെട്ട പരൻ തന്നെയാണ്. സർവപ്രപഞ്ചമായി സാക്ഷിയായി അങ്ങാണ് വർത്തിക്കുന്നത്. ലോകം നിന്നിൽ നിന്ന് ജനിക്കുന്നു, നീ നിലനിർത്തുന്നു. അസ്തമിക്കുന്നതും നിന്നിൽ തന്നെയാണ്. എല്ലാം നിന്റെ കളികൾ, എല്ലാറ്റിനും നീ തന്നെ കാരണവും. കയറ് കണ്ട് സർപ്പമെന്ന് ഭയപ്പെടുന്നത് പോലെ എല്ലാം പരമാത്മാവാണ് എന്നറിയുമ്പോൾ സംസാരഭയവും മരണഭയവും മാറും. അങ്ങയുടെ കഥാശ്രവണം കൊണ്ടും നാമസങ്കീർത്തനം കൊണ്ടും ഭക്തി ഉണ്ടാകും. ഭക്തിയിലൂടെ തത്വബോധമുണ്ടാവും. അതിലൂടെ മുക്തിയും നിശ്ചയം. അല്പജ്ഞനായ ഞാനും അങ്ങയുടെ ഭക്തന്മാരിൽ ഏകനാണ്. മായ കൊണ്ട് അന്ധനാക്കാതെ എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാഭി പങ്കജത്തിൽ നിന്ന് പണ്ട് എൻ്റെ പിതാവ് ബ്രഹ്മാവ് ജനിച്ചു. അങ്ങനെ അങ്ങയുടെ പൗത്രനായ എന്നെ അനുഗ്രഹിച്ചാലും. ആനന്ദാശുക്കളോടെ വീണാധരനായ നാരദൻ വീണ് നമസ്കരിച്ച് വീണ്ടും പറഞ്ഞു തുടങ്ങി. ബ്രഹ്മാവ് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത്. രാവണനെ കൊന്ന് ലോകം സംരക്ഷിക്കാൻ ദേവകളോട് പ്രതിജ്ഞ ചെയ്തിട്ടാണ് അങ്ങ് ദശരഥ പുത്രനായിട്ട് അവതരിച്ചത് എന്ന് അങ്ങേക്കറിയാം. അങ്ങയുടെ രാജ്യാഭിഷേകം നടത്താൻ ദശരഥൻ ഒരുമ്പെടുന്നു. അങ്ങും അത് അനുകൂലിക്കുന്നു. പിന്നെ ദശമുഖനെ കൊല്ലാൻ അവസരമുണ്ടാവില്ലല്ലോ. സത്യത്തെ രക്ഷിക്കണമെന്ന് അങ്ങയെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. മനുഷ്യജന്മമായതുകൊണ്ട് അങ്ങത് മറന്നിരിക്കും. ഇതിന് മറുപടിയായി രാമൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും സത്യം വെടിയുകയില്ല. വിഷമിക്കേണ്ട. താമസം സംഭവിക്കുന്നതിന് തക്കതായ കാരണമുണ്ട്. അത് ഞാൻ പറയാം. സമയം പാർത്ത് അനുഷ്ഠിച്ചാലേ കാര്യസാധ്യം ഉണ്ടാവൂ. ശ്രീ പരമേശ്വരൻ തന്നെ കാലസ്വരൂപനല്ലേ? കർമ്മഫലത്തിന് കോട്ടം തട്ടുമ്പോഴേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. മനുഷ്യപ്രയത്നം വെറും കാരണം മാത്രമാണ് എന്ന് അറിയാത്തവരില്ലല്ലോ. നാളെ ഞാൻ വനത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെ 14 വർഷം മുനിവേഷധാരിയായി അവിടെ തന്നെയാണ്. രാവണനെയും രാക്ഷസവംശത്തെ മുഴുവനായും ഞാൻ കൊന്നൊടുക്കും. സീതയെ കാരണമാക്കി രാക്ഷസവംശത്തെ മുഴുവൻ ഞാൻ നശിപ്പിക്കും. സത്യം. രാമൻ്റെ വാക്കുകൾ കേട്ട് നാരദൻ സന്തുഷ്ടനായി നമസ്കരിച്ച് യാത്രാനുമതിയും വാങ്ങി ദേവലോകത്തേക്ക് പോയി. ഈ നാരദരാഘവ സംവാദം നന്നായി പഠിക്കുകയോ കേൾക്കുകയോ ഓർക്കുകയോ ചെയ്യുന്ന മർത്യന് തീർച്ചയായും മുക്തി ലഭിക്കും. ബാക്കി കഥ കേൾക്കണമെങ്കിൽ ദോഷം അകലുവാൻ വേണ്ടി വീണ്ടും പറയാം. ഇനി ശ്രീരാമാഭിഷേക ആരംഭം. സന്തുഷ്ടനായിരിക്കുന്ന ദശരഥൻ ഒരിക്കൽ ബ്രഹ്മപുത്രനായ തൻ്റെ കുലാചാര്യൻ വസിഷ്ഠനെ വിളിച്ചു പറഞ്ഞു, ജനങ്ങളും അമാത്യന്മാരും രാമൻ്റെ ഗുണഗണങ്ങൾ കണ്ട് പ്രശംസിക്കുന്നു. ഞാനാണെങ്കിൽ വാർദ്ധക്യം പ്രാപിച്ചു വരുന്നു. അതുകൊണ്ട് മക്കളിൽ മൂത്തവനായ രാമനെ രാജാവായി അഭിഷേകം ചെയ്യണം എന്ന് ഞാൻ കരുതുന്നു. അങ്ങയ്ക്കും അതാണ് അഭിപ്രായമെങ്കിൽ ഇക്കാര്യം നടത്താൻ മനസ്സിരുത്തണം. രാമനിൽ ജനങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്. അമ്മാവനെ കാണാൻ പോയ ഭരതശത്രുഘ്നന്മാർ വന്നിട്ടില്ല. അടുത്ത ദിവസം പൂയം നക്ഷത്രം നല്ല ദിവസമാണ്. ഭരതശത്രുഘ്നന്മാർ തിരിച്ചു വരുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല. അഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ഇന്ന് തന്നെ ചെയ്യണം. അങ്ങ് തന്നെ രാമനോട് ഇക്കാര്യം പറയണം. കൊടിക്കൂറയും കൊടിമരങ്ങളും ഉയരട്ടെ, ദിക്കുകൾ മുഴങ്ങുമാറ് പെരുമ്പറ മുഴക്കുക. ദശരഥൻ സുമന്ത്രരെ നോക്കി പറഞ്ഞു. മംഗളമായി വസിഷ്ഠാജ്ഞയനുസരിച്ച് എല്ലാം ഒരുക്കി കൊടുക്കണം. നാളെ തന്നെ രാമൻ്റെ അഭിഷേകം നടക്കണം. സന്തുഷ്ടനായ സുമന്ത്രർ വസിഷ്ഠനോട് ഉണർത്തിച്ചു. എന്തു വേണമെന്ന് അങ്ങ് പറഞ്ഞാലും ഒട്ടും താമസിയാതെ എല്ലാം തയ്യാറാക്കിക്കൊള്ളാം. ചിന്തിച്ച ശേഷം മാമുനി പറഞ്ഞു, സുന്ദരിമാരായ 16 കന്യകമാരെ അണിയിച്ചൊരുക്കി നാളെ നടുമുറ്റത്ത് നിർത്തണം. മതയാനകളെ പൊന്നണിയിക്കണം. ഐരാവതത്തിൻ്റെ വംശത്തിൽപ്പെട്ട നാൽക്കൊമ്പൻ അലങ്കരിച്ചു വരണം. ദിവ്യങ്ങളായ തീർത്ഥങ്ങളിലെ ജലം നിറച്ച് ദിവ്യരത്നങ്ങൾ പതിച്ച് 1000 കുടങ്ങൾ ചന്ദനമരത്തിൻ്റെ ഇല കൊണ്ട് വായ മൂടി കെട്ടി വയ്ക്കണം. 3 പുത്തൻ പുലിത്തോൽ വരുത്തണം. രത്നങ്ങൾ പതിച്ച സ്വർണ്ണപ്പിടിയുള്ള വെൺകൊറ്റക്കൊട വേണം. മുത്തുകൊണ്ടും രത്നം കൊണ്ടും അലങ്കരിച്ചിട്ടുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വേണം. മുനിജനങ്ങളെ സൽക്കരിച്ച് കയ്യിൽ ദർഭയുമായി സഭയുടെ അടുത്ത് നിർത്തുക.
നർത്തകിമാരും വാരാങ്കനകളും നർത്തകന്മാരും ഗായകന്മാരും വീണ വായിക്കുന്നവരും എല്ലാം കൊട്ടാരമുറ്റത്തു നിന്ന് ദിവ്യവാദ്യങ്ങൾ പ്രയോഗിക്കണം. ചതുരംഗപ്പട വേഷഭൂഷാദികളോടെ വരണം. ദേവാലയങ്ങൾ തോറും പ്രത്യേകം ബലിയും പൂജയും നടത്തണം. നിരനിരയായി വിളക്കുകൾ ഉണ്ടാവണം. രാമാഭിഷേകത്തിന് രാജാക്കന്മാരെ ക്ഷണിക്കണം. സുമന്ത്രരോട് ഇത്രയും പറഞ്ഞിട്ട് വസിഷ്ഠൻ തേരിൽ കയറി വേഗം രാമൻ്റെ രാജധാനിയിലെത്തി. രാമൻ ചെന്ന് അദ്ദേഹത്തെ നമസ്കരിച്ച് രത്നാസനത്തിൽ ഇരുത്തി. സീതയോട് ചേർന്ന് സ്വർണ്ണകുംഭത്തിലെ നിർമ്മല ജലം കൊണ്ട് വസിഷ്ഠൻ്റെ പാദം കഴുകി. ആ തീർത്ഥം ശിരസാ വഹിച്ച് സസന്തോഷം ഉണർത്തിച്ചു. അങ്ങയുടെ പാദതീർത്ഥം ശിരസിൽ ഏറ്റാൻ കഴിഞ്ഞതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. രാമൻ്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ വസിഷ്ഠൻ പറഞ്ഞു, അങ്ങയുടെ വാക്കുകൾ നല്ലത് തന്നെ. അങ്ങയുടെ പാദതീർത്ഥം ധരിച്ച് സാക്ഷാൽ ശിവൻ ധന്യനായി. എൻ്റെ പിതാവായ ബ്രഹ്മാവും അതുപോലെ അങ്ങയുടെ പാദജലം കൊണ്ട് സന്തുഷ്ടനാണ്. മഹാജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങിത് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങ് ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം. സാക്ഷാൽ പരമാത്മാവ് ലക്ഷ്മി ഭഗവതിയോടൊപ്പം ഭൂമിയിൽ ജനിച്ചിരിക്കുകയാണ്. ദേവകാര്യപ്രാപ്തിക്ക് വേണ്ടി രാവണനെ കൊന്ന് ഭൂമിയുടെ താപം ശമിപ്പിക്കാനും ഭക്തജനത്തിന് മോക്ഷം കൊടുക്കാനുമാണ് അങ്ങ് അവതരിച്ചിരിക്കുന്നത്. ദേവകാര്യം രഹസ്യമായിരിക്കേണ്ടതുകൊണ്ട് ഞാനിത് പറഞ്ഞില്ല. അങ്ങ് കാര്യങ്ങളെല്ലാം സാധിച്ചാലും. ആചാര്യനായ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. ലോകനന്മയ്ക്ക് വേണ്ടി അങ്ങ് എന്നെ ഉപദേശിച്ചാലും ചരാചരങ്ങൾക്കെല്ലാം ആചാര്യനായ അങ്ങ് പിതൃക്കൾക്കും കൂടി പിതാമഹനാണ്. അദൃശ്യ രൂപിയായി സർവാന്തര്യാമിയായി ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അങ്ങ് ഗുരുതത്വാത്മകമായ ശുദ്ധതത്വാത്മകമായ ശരീരം സ്വീകരിച്ച് മാനുഷ്യവേഷത്തിൽ ദശരഥപുത്രനായി ജനിക്കുമെന്ന് എൻ്റെ പിതാവ് നേരത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ സൂര്യവംശത്തിൻ്റെ ആചാര്യ പദവി ഏറ്റെടുത്തത്. തെറ്റായ കാര്യം ചെയ്യേണ്ടി വന്നാൽ നല്ല ഫലം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ തെറ്റില്ലല്ലോ. ഇന്ന് എൻ്റെ മനോരഥം സഫലമായി. ഇനിയും എനിക്ക് ഒരു കാര്യം അപേക്ഷിക്കാനുണ്ട്. മായാസ്വരൂപിണിയായ അങ്ങയുടെ പത്നി, അതായത് സമ്പത്ത്, എന്നെ ഒരിക്കലും മോഹിപ്പിക്കരുതേ. ആചാര്യൻ ആചാര്യന് ഇപ്രകാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നവനാണ് അങ്ങ് എങ്കിൽ മായാമോഹത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം. ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണെങ്കിലും അങ്ങയോടുള്ള യോഗം കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു പോയതാണ്. ദശരഥൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അടുത്ത ദിവസം അങ്ങയുടെ രാജ്യാഭിഷേകം നടക്കും. സീതയോടൊപ്പം അങ്ങ് ഉപവാസം അനുഷ്ഠിച്ച് നിലത്ത് കിടക്കണം. ബ്രഹ്മചര്യം അനുഷ്ഠിക്കുകയും വേണം. ഞാൻ ചെന്ന് അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യട്ടെ. അങ്ങ് രാവിലെ എത്തിയാലും. ഇത്രയും പറഞ്ഞ് തേരിൽ കയറി വസിഷ്ഠൻ യാത്രയായി. ലക്ഷ്മണനോട് രാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛൻ എന്നെ യുവരാജാവായി അഭിഷേകം ചെയ്യും. ഞാനിവിടെ നിമിത്തം മാത്രമാണ്. കർത്താവും ഭോക്താവും നീ തന്നെ. നീ എൻ്റെ ബഹിഷ്ഠര പ്രാണനാണ്. ആഘോഷത്തിന് നീ തയ്യാറെടുത്താലും നീ എനിക്ക് തുല്യനാണ്. നമ്മോട് ആരും മത്സരിക്കുകയും ഇല്ല. ഇവർ ഇപ്രകാരം സംസാരിച്ചു കൊണ്ടിരിക്കെ വസിഷ്ഠൻ ദശരഥ സമീപത്ത് ചെന്ന് നടന്ന സംഭവമെല്ലാം അറിയിച്ചു. ദശരഥൻ രാമാഭിഷേകത്തെക്കുറിച്ച് വസിഷ്ഠനോട് പറയുന്നത് കേട്ട ഒരാൾ കൗസല്യയോടും സുമിത്രയോടും